ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ഏത്തക്കാപ്പം ഉണ്ടാക്കിയാലോ? ഏത്തക്കാപ്പം പഴംപൊരി എന്നൊക്കെ പറയത്തില്ലേ, അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയാണ് എൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1 കപ്പ് കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കുക, ഏതാണോ ഉചിതം അതെടുക്കാം. 2 കപ്പിന് 1 കപ്പ് എന്നുള്ള കണക്കിൽ എടുത്തു. അതിലേക്ക് ഒരല്പം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തത്. സോഡാപ്പൊടിയല്ല, ബേക്കിംഗ് പൗഡർ ഒരല്പം ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് അല്പം ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മഞ്ഞ കളറിൻ്റെ കളറോ ലിക്വിഡോ പൊടിയോ എന്താ വെച്ചാലും നമുക്കുള്ളത് ഉപയോഗിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി കട്ട പിടിക്കരുത്. ഇതുപോലെ ബീറ്ററോ എഗ്ഗ് വിസ്കൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. കൈ കൊണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം പോരാത്തത് നമുക്ക് ചേർത്ത് ആദ്യമേ തന്നെ കുറേ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത്തപ്പഴം 2 മുറിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ 2 മുറിച്ച് അത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് മുക്കി പൊരിക്കാം. മാവിന് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഏത്തപ്പഴത്തിൽ പിടിക്കത്തില്ല. തീരെ കനം കുറഞ്ഞു. അഥവാ മാവിന് കട്ടി കൂടിക്കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് വീർത്തിരിക്കും. അപ്പോൾ അതിൻ്റെ മീഡിയം പരുവത്തിൽ തന്നെ കിട്ടണം. നമ്മുടെ ഏത്തക്കാപ്പം ഇവിടെ മൊരിഞ്ഞു വരുന്നുണ്ട്. ഈസിയാണ്, എളുപ്പമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ബനാന ഫ്രൈ, ഏത്തക്കാപ്പം, പിന്നെന്താ പറയുന്നത്, പഴംപൊരി, രതീഷ്, പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലെന്താ പറയുന്നത്? അത് താഴത്തുനിന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ. ഹാവ് എ നൈസ് ഡേ.